തീരുമാനിക്കുകയും ചെയ്ത് നമുക്ക് ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം പൈശാചികത കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം കൂപ്പുകുത്തപ്പെട്ടിരിക്കുകയാണ്. സുന്ദര കേരളം എന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല. കാരണം ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മുടെ കണ്ണുകൾക്ക് അത്ര സുന്ദരമൊന്നുമല്ല. കണ്ണുകളെ ഈറനണിയിപ്പിക്കുന്ന, കണ്ണുകളെ ഭയപ്പെടുത്തുന്ന, നോക്കുവാൻ അറയ്ക്കുന്ന നിലയിലുള്ള സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. സുന്ദര കേരളത്തിൽ നടക്കുന്നത് ഭീകരമായ ദൃശ്യങ്ങളാണ്, ഭീകരമായ സംഭവങ്ങളാണ്. സാക്ഷര കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നോക്കിക്കേ. മൃഗങ്ങൾ പോലും ചെയ്യുവാൻ അറയ്ക്കുന്ന നിലയിലുള്ള ക്രൂരകൃത്യങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന സമൂഹം. പ്രബുദ്ധ കേരളം, സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട് തകർന്നടിഞ്ഞ് ഒരു വല്ലാത്ത അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തപ്പെടുന്ന ഒരു വല്ലാത്ത കാഴ്ച. 2025 നമ്മളെല്ലാവരും പ്രതീക്ഷകളോടുകൂടെ പ്രവേശിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തെ പത്രം നിങ്ങൾ വായിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ജനുവരി, ഫെബ്രുവരി ഈ 2 മാസത്തിനകം കേരളത്തിൽ 70ഓളം കൊലപാതകങ്ങളാണ് നടന്നു കഴിഞ്ഞിരിക്കുന്നത്. മാർച്ച് മാസത്തിലെ കണക്കുകൾ പറയുന്നില്ല. ഇന്നലെയും ചില കൊലപാതകങ്ങൾ നടന്നു എന്നുള്ളതാണ്. ഇന്ന് ഞങ്ങളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇന്ന് എവിടൊക്കെയോ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഇന്ന് രാത്രിയിലെ വാർത്തയിലോ അല്ലെങ്കിൽ നാളെ പ്രഭാതത്തിൽ നമ്മുടെ വീടിന്റെ ഭൂമുഖത്തേക്ക് പറന്നു വന്ന് വീഴുന്ന ദിനപത്രങ്ങളിൽ കണ്ണുപിടിക്കുമ്പോൾ കാണാൻ കഴിയും ഈ വ്യാഴാഴ്ച കേരളത്തിൽ എവിടൊക്കെ കൊലപാതകങ്ങൾ നടന്നു എന്നുള്ളത്. ഇന്ന് കേരളത്തിൽ കൊലപാതകങ്ങൾ നടക്കാത്ത ഒരു ദിവസം പോലുമില്ല പ്രിയപ്പെട്ടവരെ. 59-60 ദിവസങ്ങൾക്കകത്ത് 70 കൊലപാതകങ്ങൾ നടന്ന നാടിന്റെ പേരാണ് ദൈവത്തിന്റെ സ്വന്തം നാട്. 70 കൊലപാതകങ്ങൾ, ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന നാടിന്റെ പേരാണ് സാക്ഷര കേരളം, സുന്ദര കേരളം, പ്രബുദ്ധ കേരളം എന്നൊക്കെ. നമ്മുടെ നാട് എങ്ങോട്ട് പോവുകയാണ്, എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചിന്തിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ 2700 ലഹരി കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിടിച്ച കേസുകളെ കുറിച്ചാണ് പറയുന്നത്. പിടിക്കപ്പെടാത്ത കേസുകൾ ഇതിനേക്കാളൊക്കെ എത്രയോ 10 ഇരട്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ലഹരിയും അനുബന്ധ വിഷയങ്ങളുമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ ഏകദേശം 266 പേരാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ കഞ്ചാവും MDMA പോലെയുള്ള മാരകമായ മയക്കുമരുന്നുകളാണ് ഈ 2 മാസത്തിനകം നമ്മുടെ സംസ്ഥാനത്ത് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളതെന്നും അല്ലെങ്കിൽ പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളതെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലക്ഷക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, കോടിക്കണക്കിന് രൂപയുടെ ലഹരികൾ ഇവിടെ വിപണനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം പേര് ഉപയോഗിച്ചും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എത്രയോ നിരാശാജനകമായ, ഭീതിജനകമായ വാർത്തയാണ് എന്ന് ഞങ്ങളുടെ ശ്രോതാക്കൾ മനസ്സിലാക്കുക. നമ്മുടെ സമൂഹം വല്ലാതെ തകർന്നടിഞ്ഞിരിക്കുന്നു. നമ്മുടെ സമൂഹം വല്ലാതെ ധാർമ്മികമായും ആത്മീകമായും ഒക്കെ നശിച്ചിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും എത്തപ്പെട്ടിരിക്കുന്നത്. കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളെ ഭയമില്ലാത്ത മക്കൾ, മക്കളോട് വാത്സല്യവും കരുണയും സ്നേഹവും ഇല്ലാത്ത മാതാപിതാക്കൾ, സഹപാഠികളോട് സ്നേഹത്തിന് അപ്പുറമായി വൈരാഗ്യം കുത്തിനിറച്ച വല്ലാത്ത മരവിച്ച മനസാക്ഷിയുമായിട്ട് ജീവിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ദിവസങ്ങളിലൊക്കെ ഫേസ്ബുക്കൊക്കെ നിങ്ങൾ പരിശോധിക്കുന്നവരാണെങ്കിൽ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് കേരളത്തിന്റെ മിക്ക ജില്ലകളിലും നമ്മൾ കാണുന്ന വല്ലാത്ത കാഴ്ചകളാണ്. ബസ് സ്റ്റാൻഡുകളിലും ബസ് സ്റ്റോപ്പുകളിലും സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം തമ്മിലടിക്കുകയാണ്. സാധാരണ വഴക്കല്ല, ആ വഴക്കുകൾ
ചെന്നെത്തുന്നത് വലിയ വലിയ കൊലപാതകങ്ങളിലാണ്. റാഗിംഗ് പോലെയുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ റാഗിംഗ് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റൊരു സാഹചര്യത്തിൽ നിന്ന് ഒരു പുതിയ സാഹചര്യത്തിലേക്ക് വരുന്നയാളെ മാനസികമായി ഒന്ന് സജ്ജീകരിക്കുവാനോ ഒരുക്കിയെടുക്കുവാനോ ആ സാഹചര്യങ്ങളോടൊന്ന് പൊരുത്തപ്പെട്ടു പോകുവാൻ മാനസികമായി ഒന്ന് ഒരുക്കിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയായിരുന്നു ഈ റാഗിംഗ് എന്ന് പറയുന്നതെങ്കിൽ, ഇന്ന് നമ്മൾ നമ്മുടെ കേരളത്തിൽ കാണുന്ന റാഗിംഗ് ഒക്കെ എത്രയോ ക്രൂര കൃത്യങ്ങളിലേക്ക് മനസാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന നിലയിലുള്ള സംഭവങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. റാഗിംഗ് ഒക്കെ വളരെ ക്രൂരമായ രീതികളിലേക്ക് വരികയും മാത്രമല്ല, അതൊക്കെ വലിയ വലിയ കൊലപാതകങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല, ആത്മഹത്യകൾ നമ്മുടെ സമൂഹത്തിൽ പെരുകി വരുന്നു. ഇന്ന് കേരളത്തിൽ ധാരാളം പേര് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലുമൊക്കെ തകർച്ചകൾ, പരാജയങ്ങൾ, ജീവിതത്തിലെ വേദനകൾ, സങ്കടങ്ങൾ, ഇതിനൊക്കെ പോംവഴിയായിട്ട് മനുഷ്യൻ കാണുന്നത് ആത്മഹത്യയാണ്. നോക്കൂ, നമ്മുടെ സമൂഹം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഒരു സൈഡിൽ ആത്മീകമായ അധപ്പതനങ്ങൾ, ഒരു സൈഡിൽ ധാർമ്മികമായ മൂല്യച്യുതികൾ. കഴിഞ്ഞ മാസം നമ്മൾ കേട്ട് കേരളത്തിലുള്ള നമ്മൾ എല്ലാവരും ഭയന്നുപോയൊരു വാർത്തയാണ്. 15 വയസ്സുകാരി പെൺകുട്ടിയെ സ്വന്തം പിതാവ് ചില നാളുകളായിട്ട് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എത്ര കേസുകൾ. കഴിഞ്ഞ ദിവസം 16 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. അവസാനം അന്വേഷിച്ചു ചെന്നപ്പോൾ സഹപാഠിയാണോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മാരകമായ മയക്കുമരുന്നിന് അടിമയാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ മദ്യത്തിനോ മറ്റ് ഇതര ലഹരി പദാർത്ഥങ്ങൾക്കോ അടിമയാണ്. ഒരു കൊച്ചുകുട്ടി, ഒരു കൗമാരക്കാരൻ സ്വന്തം അനിയത്തിക്ക് ലഹരി കൊടുക്കുന്നു. വീട്ടിലാരും ഇല്ലാത്ത തക്കം നോക്കി ലഹരി കൊടുക്കുന്നു. അത് പിന്നീട് വീട്ടുകാരും പോലീസുകാരും പിടിക്കുകയുണ്ടായി. ഇങ്ങനെ പറയാനാണെങ്കിൽ ചില മണിക്കൂറുകളോളം എനിക്ക് ഇവിടെ നിന്ന് കേരളം തകർന്നടിയുന്ന കേരളത്തിന്റെ അധപ്പതനത്തെ, കേരളത്തിന്റെ ധാർമ്മിക മൂല്യച്യുതികളെ എനിക്കിവിടെ നിന്ന് പറയുവാൻ കഴിയും. അത്രയ്ക്ക് സുലഭമാണ് നമ്മുടെ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾ, സംഭവ വികാസങ്ങൾ, ധാർമ്മിക അധപ്പതനങ്ങൾ, ആത്മിക മൂല്യച്യുതികൾ, കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, ആക്രമണങ്ങൾ ഇങ്ങനെ വല്ലാതെ വർദ്ധിച്ചു വരികയാണ്. ഇതിനെയൊക്കെ പിടിച്ചുകെട്ടുവാൻ ധാരാളം സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത്രയേറെ സംവിധാനങ്ങളും സാധ്യതയുമുള്ള ഒരു നാട് മറ്റെവിടെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നല്ല നിയമങ്ങൾ, നമ്മുടെ നിയമത്തിന്റെ പ്രത്യേകത എന്താണ്? ലോകത്തിൽ ഏറ്റവും നല്ല നിയമങ്ങളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിൽ ഏറ്റവും നല്ല എഴുതപ്പെട്ട വലിയ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. പണക്കാരനും പാവപ്പെട്ടവനും കറുത്തവനും വെളുത്തവനും ഉന്നത കുലജാതനും താഴ്ന്ന ജാതിക്കാരനും എന്ന് വേണ്ട ഈ ലോകത്തില് ഏതും മനുഷ്യനും സ്വൈര്യവിഹാരം നടത്തുവാൻ, സ്വതന്ത്രമായിട്ട് ജീവിക്കുവാൻ, സന്തോഷത്തോടെ ജീവിക്കുവാൻ നിയമം അനുശാസിക്കുന്ന നല്ല നിയമങ്ങളുള്ള ഒരു നാട്. വിദ്യാഭ്യാസത്തിന് കുറവുണ്ടോ? നല്ല വിദ്യാഭ്യാസമുള്ള നാട്. നിയമപാലകർക്ക് കുറവുണ്ടോ? കേരള പോലീസ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് അഭിമാനമാണ്. എത്ര വലിയ കുരുങ്ങിയ കേസുകളെ അനായാസം അഴിക്കുവാൻ കഴിയുന്ന, എത്ര വലിയ പിടികിട്ടാപ്പുള്ളിയെയും ദിവസങ്ങൾ കൊണ്ടോ മണിക്കൂറുകൾ കൊണ്ടോ പിടിക്കുവാൻ കഴിയുന്ന നിലയില് നൈപുണ്യമുള്ള, ബുദ്ധിയുള്ള, കഴിവുള്ള നിയമപാലകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നാട്. മതങ്ങൾക്ക് വല്ല കുറവുമുണ്ടോ? ധാരാളം മതങ്ങൾ, ആധ്യാത്മിക കേന്ദ്രങ്ങൾ, ഡി അഡിക്ഷൻ സെന്ററുകൾ, ക്ലാസുകൾ, ക്യാമ്പുകൾ എന്നുവേണ്ട മനുഷ്യനെ രൂപപ്പെടുത്തുവാൻ, മനുഷ്യന്റെ തിന്മ പ്രവർത്തികളിൽ നിന്ന് മനുഷ്യനെ നേർവഴിയിലേക്ക് നടത്തുവാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആധ്യാത്മിക കേന്ദ്രങ്ങൾ, സംഘടനകൾ, മനുഷ്യ സ്നേഹികൾ, മതങ്ങൾ, വിമുക്തി പോലെ കേരള സർക്കാർ കാലാകാലങ്ങളില് മനുഷ്യന്റെ തിന്മകളിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിക്കേണ്ടതിന് വേണ്ടി രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ സംവിധാനങ്ങൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ സംവിധാനങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും ഇന്ന് കുറ്റവാളികൾ കുറയുകയല്ല, കുറ്റകൃത്യങ്ങൾ കുറയുകയല്ല. കുറ്റവാളികളും കുറ്റകൃത്യങ്ങളും അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. നിയമങ്ങളുണ്ടെങ്കിലും, നിയമപാലകരുണ്ടെങ്കിലും, കോടതികളുണ്ടെങ്കിലും, ജയിലുകളുണ്ടെങ്കിലും,
ആധ്യാത്മിക കേന്ദ്രങ്ങളുണ്ടെങ്കിലും മതങ്ങളുണ്ടെങ്കിലും സംഘടനകളുണ്ടെങ്കിലും ഡി അഡിക്ഷൻ സെന്ററുകളുണ്ടെങ്കിലും ബോധവൽക്കരണ ക്ലാസുകളും ക്യാമ്പുകളും സെമിനാറുകളും മോട്ടിവേഷൻ പ്രസംഗങ്ങളും ഒക്കെ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ ലഹരി വർദ്ധിക്കുകയാണ്, പീഡനങ്ങൾ വർദ്ധിക്കുകയാണ്, കൊലപാതകങ്ങൾ വർദ്ധിക്കുകയാണ്, ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്, കുടുംബം ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വല്ലാതെ നമ്മുടെ സമൂഹം തകർന്നടിഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിന്റെ പ്രാധാന്യതയും സുവിശേഷത്തിന്റെ പ്രസക്തിയും ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇത്രയൊക്കെ മാനുഷിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇതിനെയൊന്നും പിടിച്ചുകെട്ടുവാൻ കഴിയാതെ സർക്കാരും സംഘടനകളും മതകേന്ദ്രങ്ങളുമൊക്കെ വല്ലാതെ പഞ്ചപുച്ഛമടക്കി പരാജയം സമ്മതിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന, മനുഷ്യന്റെ തിന്മ പ്രവർത്തികളിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിക്കുന്ന, മനുഷ്യന്റെ സകലവിധ തകർച്ചകളിൽ നിന്ന് ആത്മീകമായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, ഭൗതികമായിക്കോട്ടെ, സാമൂഹികമായിക്കോട്ടെ, ഏത് വിധത്തിലുള്ള തിന്മകളിൽ നിന്ന് ഒരു ചെറിയ മാറ്റമല്ല പരിപൂർണമായ മാറ്റം നൽകി മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുവാൻ കഴിവുള്ള ശക്തിയുള്ള ആധികാരികമുള്ള ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിന്റെ വക്താക്കളായി നിന്നുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നിങ്ങളുമായി സംവദിക്കുന്നത്. ആ സന്ദേശത്തിന്റെ പേര് മറ്റൊന്നുമല്ല, ആ സന്ദേശത്തിന്റെ പേരാണ് സുവിശേഷം. ആ സന്ദേശത്തിന്റെ പേരാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് ഇന്നലെയോ ഇന്നോ പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരാധുനിക സംവിധാനമൊന്നുമല്ല. ഇങ്ങനെ തിന്മകൾ വർദ്ധിച്ചു വരുന്നത് കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു കൂട്ടം ആത്മീയര് പെട്ടെന്ന് കണ്ടുപിടിച്ച ഒരു മാർഗമല്ല പ്രിയപ്പെട്ടവരെ സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള സന്ദേശമാണ്. സുവിശേഷം എന്ന് പറയുന്നത് അത് ആധികാരിക സന്ദേശമാണ്. സുവിശേഷം എന്ന് പറയുന്നത് അവിനാശിയായ സന്ദേശമാണ്. സുവിശേഷം എന്ന് പറയുന്നത് കാലഹരണപ്പെടാത്ത സന്ദേശമാണ്. ഏത് കാലഘട്ടത്തിലും മനുഷ്യനോട് സംവദിക്കുവാൻ കഴിയുന്ന, മനുഷ്യന്റെ തിന്മകളോട് പടപൊരുതി കാലാകാലങ്ങളിൽ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന വല്ലാത്ത തകർച്ചകളിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിക്കുവാൻ കഴിയുന്ന സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷത്തിന് പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന്റെ ആവിർഭാവത്തിന് ഏകദേശം 2025 വർഷത്തിന്റെ കാലപ്പഴക്കമുണ്ട്. ഈ കാലത്തിനപ്പുറമായി എത്രയോ സന്ദേശങ്ങൾ കാലഹരണപ്പെട്ടുപോയി, എത്രയോ സന്ദേശങ്ങൾ വിസ്മൃതിയിലാണ്ടുപോയി, എത്രയോ സന്ദേശങ്ങൾ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി, എത്രയോ സന്ദേശങ്ങൾ ചരിത്രത്തിന്റെ പുസ്തകത്താളുകളിൽ അവസാനിച്ചപ്പോൾ 2025 വർഷത്തോളമായി മനുഷ്യനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, മനുഷ്യരെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, മനുഷ്യന് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് സുവിശേഷമല്ലാതെ മറ്റൊന്നുമല്ല. സുവിശേഷം കാലഹരണപ്പെടാത്ത സന്ദേശമാണ്. കാളവണ്ടി യുഗം തുടങ്ങി ഈ കമ്പ്യൂട്ടർ യുഗം വരെയും മനുഷ്യനോട് സംസാരിക്കുന്ന, മനുഷ്യന് മാറ്റം വരുത്തുന്ന, മനുഷ്യന് രൂപാന്തരം വരുത്തുന്ന, മനുഷ്യ ജീവിതത്തിൽ പാപബോധം വരുത്തുന്ന, പാപബോധം വരുത്തുക മാത്രമല്ല ആ പാപത്തിൽ നിന്ന് പരിപൂർണമായ വിമോചനം മനുഷ്യന് നൽകുന്ന, മനുഷ്യന് സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നൽകുന്ന, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൽ നിന്ന്, അതിന്റെ അടിമത്വങ്ങളിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിക്കുന്ന, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മനുഷ്യന്റെ സകലമായ തകർച്ചകളിൽ നിന്നും മനുഷ്യനെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്ന, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന, ധാർമ്മിക അധപ്പതനങ്ങൾ വർദ്ധിച്ചു വരുന്ന, പീഡനങ്ങളും ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ സമൂഹത്തെ ഈ തിന്മയിൽ നിന്ന് വിടുതലിലേക്ക് നയിക്കുവാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വിളിച്ചു പറയട്ടെ, മനുഷ്യന് രൂപാന്തരം വരുത്തുവാൻ, മനുഷ്യന് സമാധാനം വരുത്തുവാൻ, മനുഷ്യന്റെ സകല തിന്മ പ്രവർത്തികളിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിക്കുവാൻ ഇന്ന് ലോകത്തിൽ കഴിയുന്ന ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആ മാർഗത്തിന്റെ പേരാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം കാലഹരണപ്പെടാത്ത സന്ദേശമാണ്. സുവിശേഷം മനുഷ്യന് രൂപാന്തരം വരുത്തുന്ന സന്ദേശമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ തിന്മകളിൽ നിന്നൊക്കെ മനുഷ്യനെ
ഉദ്ധരിക്കുവാൻ വേണ്ടി, മനുഷ്യന് വിമോചനം നൽകുവാൻ വേണ്ടി, മനുഷ്യന് മാറ്റം വരുത്തുവാൻ വേണ്ടി മതങ്ങളും സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സർക്കാരുമൊക്കെ ഒരുപോലെ കൈകോർത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെയും മനുഷ്യനെ പൂർണ്ണമായ മാറ്റത്തിലേക്ക് നയിക്കുവാനായിട്ട് കഴിയാതിരിക്കുമ്പോൾ സുവിശേഷം മനുഷ്യനെ രൂപാന്തരം വരുത്തുന്ന മാർഗമാണ്. ഏത് കൊടിയ ഭാവിയെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന, ഏത് വലിയ തകർച്ചയുടെ കടന്നുപോകുന്ന വ്യക്തിത്വത്തെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, സുവിശേഷം ഒരു വ്യക്തിയിലും, സുവിശേഷം ഒരു കുടുംബത്തിലും, സുവിശേഷം ഒരു സമൂഹത്തിലും, സുവിശേഷം ദേശത്തിന്റെ എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തി മനുഷ്യൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നകലുഷിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിക്കുവാൻ കഴിയുന്ന മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം നല്ല വാർത്ത എന്നാണ്. ദിനംപ്രതിയുള്ള പത്രമാധ്യമങ്ങളിൽ നാം ഓരോരുത്തരും കാണുകയും കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്ന ദൈനംദിന സംഭവങ്ങൾ നമുക്ക് നിരാശയും ഭയവും നൽകി തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, സുവിശേഷം മനുഷ്യന്റെ നല്ല വാർത്തയാണ്. അത് ജീവിതത്തിന്റെ ഏത് തുറയിലൂടെ കടന്നു പോകുന്ന വ്യക്തിത്വമാണെങ്കിലും സുവിശേഷം കേൾക്കുന്ന, സുവിശേഷം അംഗീകരിക്കുന്ന, സുവിശേഷം വിശ്വസിക്കുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും സുവിശേഷം നല്ല വാർത്തയാണ്. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം നല്ല വാർത്ത എന്നാണെങ്കിൽ എന്തിനെ പറ്റിയുള്ള നല്ല വാർത്തയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷം എന്താണ് എന്ന് വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരമാണ് വ്യക്തമാക്കുന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന നസ്രയനായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. അതേ പ്രിയപ്പെട്ടവരെ, എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷം നല്ല വാർത്തയാണ്. എന്തിനെ പറ്റിയുള്ള നല്ല വാർത്തയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ സകല പ്രശ്നങ്ങളിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, മനുഷ്യന്റെ സകല തകർച്ചകളിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിക്കുന്ന ഒരു രക്ഷിതാവ് ഉലകത്തിൽ ഉദയം ചെയ്തിട്ടുണ്ട്. ആ രക്ഷിതാവിലൂടെ മനുഷ്യന്റെ സകലവിധ തിന്മകളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന് മനുഷ്യന് ഉദ്ധാരണം പ്രാപിക്കുവാൻ കഴിയും എന്ന് ആ രക്ഷിതാവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന മാർഗത്തിന്റെ പേരാണ് സുവിശേഷം എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനമാണ് സുവിശേഷം എന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതമാണ് സുവിശേഷം എന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണമാണ് സുവിശേഷം എന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനമാണ് സുവിശേഷം എന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ്. ഞങ്ങളുടെ ശ്രോതാക്കൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ സുവിശേഷം ഞങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത്? യേശു ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്നു, യേശു ജീവിച്ചു എന്ന് നിങ്ങൾ പറയുന്നു, യേശു മരിച്ചു എന്ന് നിങ്ങൾ പറയുന്നു, യേശു മരണത്തെ തോൽപ്പിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനമാണ്? അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ഗുണമാണ്? അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് നന്മയാണെന്ന് ചിന്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, യേശു ആരാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് സുവിശേഷത്തിന്റെ പ്രാധാന്യതയും പ്രസക്തിയും മനസ്സിലാകുന്നത്. യേശുവിന്റെ ജനന മരണ പുനരുദ്ധാനം ഒരു വ്യക്തിയിൽ, ഒരു സമൂഹത്തിൽ, ഒരു കുടുംബത്തിൽ, ദേശത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്നു എന്ന് മനസ്സിലാകുന്നത് യേശു ആരാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ്. ഞങ്ങളെ കേൾക്കുന്ന ശ്രോതാക്കളെ, ഇതിനോടകം പല പ്രാവശ്യം ഈ ജംഗ്ഷനിൽ സുവിശേഷം പാട്ടിലൂടെയും പ്രഭാഷണത്തിലൂടെയും ഇതുപോലെയുള്ള ലഘുലേഖകളിലൊക്കെ പ്രഘോഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. എന്നാൽ കേൾക്കേണ്ട വിധം കേൾക്കുവാനോ അംഗീകരിക്കേണ്ട വിധം അംഗീകരിക്കുവാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ശ്രോതാക്കളോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് സുവിശേഷം? നിങ്ങൾ മനസ്സിലാക്കുക, എന്തിനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്? യേശു എന്തിനാണ് ഇവിടെ ജനിച്ചത്? യേശു എന്തിനാണ് ഇവിടെ ജീവിച്ചത്? യേശു എന്തുകൊണ്ടാണ് മരിച്ചത്? യേശു ക്രിസ്തു മാത്രം എന്തുകൊണ്ടാണ് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റത്? ആ സുവിശേഷം എന്തുകൊണ്ടാണ് ദേശത്തിന്റെ മുക്കിനും മൂലത്തിലും പ്രഘോഷിക്കപ്പെടുന്നത്? എനിക്കറിയാം, നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ ഞങ്ങളെ പോലെയുള്ള സുവിശേഷകർ, ദൈവമക്കൾ പലയിടങ്ങളിൽ നിന്ന് സുവിശേഷം പാട്ടിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയൊക്കെ പങ്കുവെക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ പല പ്രാവശ്യം ഈ കോഴഞ്ചേരിയിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ദേശത്ത് ആവർത്തിച്ച് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നത് അറിയാമോ? ഈ സന്ദേശത്തിന്റെ പ്രാധാന്യത എത്രത്തോളമാണ്, ഈ സന്ദേശത്തിന്റെ ആധികാരികത എത്രത്തോളമാണ്, ഈ സന്ദേശത്തിന്റെ പ്രസക്തി എത്രത്തോളമാണ്. ഒരാളെങ്കിലും ഒരാൾ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ട് യേശു ആരാണെന്ന് മനസ്സിലാക്കി, സുവിശേഷത്തിന്റെ പ്രാധാന്യതയും പ്രസക്തിയും മനസ്സിലാക്കി ഒരാളെങ്കിലും പാപജീവിതത്തോട് വിട പറയുന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ കൃതാർത്ഥരാകുകയാണ്, ദൈവവും സന്തോഷിക്കുകയാണ്. മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുകയാണ്. ഇന്ന് കടയിലിരുന്നു കൊണ്ട്, വാഹനത്തിലിരുന്നു കൊണ്ട്, ഈ ശബ്ദസീമയിൽ ഏതെങ്കിലും ഇടത്തിരുന്നു കൊണ്ട് ഈ സന്ദേശത്തിന് കാതോർക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞേ,
കൊണ്ടാണ് ഈ ദേശത്ത് ആവർത്തിച്ച് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നത്. ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം അവര് പിന്നെയും വന്നു എന്ന് തോന്നാം. എന്നാൽ മനസ്സിലാക്കുക, സുവിശേഷം ഒരു ദേശത്ത് ആവർത്തിച്ച് പ്രഘോഷിക്കപ്പെടുന്നതിന് പിന്നിലെ രഹസ്യമെന്ന് പറയുന്നത് ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വാർത്തയാണ്. എന്തിനെ പറ്റിയുള്ള നല്ല വാർത്തയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തെ മനുഷ്യരോട് മാലോകരോട് അറിയിക്കുന്ന സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ആരാണ്? പ്രിയരെ, യേശു എന്ന പേര് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. യേശു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ നിലയിലുള്ള മറുപടികൾ നൽകുവാൻ കഴിവുള്ളവരാണ് ഞങ്ങളുടെ ശ്രോതാക്കൾ എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ചിലർ പറയും യേശു ഒരു സമാധാന പുരുഷനാണ്, ചിലർ പറയും യേശു ഒരു ചരിത്ര പുരുഷനാണ്, ചിലർ പറയും യേശു അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്, ചിലർ യേശു ഒരു നല്ല മനുഷ്യനാണ്, യേശു നല്ലൊരു ഗുരുവാണ്, നല്ലൊരു പ്രഭാഷകനാണ് എന്നൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നവരുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, ആരാണ് കർത്താവായ യേശു ക്രിസ്തു? കർത്താവായ യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല, കർത്താവായ യേശു ക്രിസ്തു ഒരു രാഷ്ട്രസ്ഥാപകനല്ല, കർത്താവായ യേശു ക്രിസ്തു ഒരു തത്വജ്ഞാനിയല്ല, കർത്താവായ യേശു ക്രിസ്തു ഒരു സാഹിത്യകാരനല്ല, കർത്താവായ യേശു ക്രിസ്തു കേവല അത്ഭുതങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഒരു അത്ഭുത പുരുഷൻ മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു ഒരു ഗുരു മാത്രമല്ല. പിന്നെ ആരാണ് കർത്താവായ യേശു ക്രിസ്തു? ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നു, വചനം ക്ഷണമായി തീർന്നു, നിത്യത കാലത്തിൽ കാലൂന്നുന്നു, ഈശ്വരത്വം മാനവത്വത്തെ ആശ്ലേഷിച്ചു, ഈശ്വരൻ മനുഷ്യനാ. അതേ പ്രിയപ്പെട്ടവരെ, നാം ഈ കാണുന്ന സകല ചരാചരങ്ങളെയും ഒരു വാക്കുകൊണ്ട് ഉളവാക്കിയ സർവശക്തനായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച വ്യക്തിത്വത്തിന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. എന്തിനാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത്? അത് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രാരംഭ പുസ്തകത്തിലേക്ക് വരണം. ആ പുസ്തകത്തിൽ ആ പേരിനെ അന്വർത്ഥമാക്കുന്ന നിലയിൽ ഈ കാണുന്ന സകല ചരാചരങ്ങളുടെയും ഉൽപ്പത്തി വിവരണത്തെ ആ പുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് മനുഷ്യന്റെ ഉത്ഭവം. ദൈവ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഏതെന്ന് പറയുന്ന ഒരു തോട്ടത്തിൽ ദൈവം മനുഷ്യനെ പാർപ്പിച്ചു. ചില കൽപ്പനകളും ചില നിബന്ധനകളും ദൈവം മനുഷ്യന് നൽകി. എന്നാൽ സാത്താന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി ദൈവകൽപ്പന നിഷേധിച്ച ആദിമ മാതാപിതാക്കൾ കൽപ്പനാലംഘനം മുഖാന്തരം ദൈവിക ബന്ധം നഷ്ടപ്പെട്ടവരായി ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതിന്റെ പരിണിത ഫലമായി പാപികളായി തീർന്നു. പാപത്തിന്റെ പരിണിത ഫലമായ തേജസ് നഷ്ടപ്പെട്ട്, ദൈവിക കൂട്ടായ്മ നഷ്ടപ്പെട്ട്, ദൈവിക ബന്ധം നഷ്ടപ്പെട്ട്, പാപത്തിന്റെ പരിണിത ഫലമായ മരണവും പേറിക്കൊണ്ട് അവര് ദൈവത്തിൽ നകന്ന് നിത്യ നരകത്തിന് ഓഹരിക്കാരായി ജീവിതം ആരംഭിച്ചു. ആദിമ മനുഷ്യരുടെ പിൻഗാമികളായിരിക്കുന്ന ഇന്ന് ലോകത്തിൽ കാണുന്ന സകല മനുഷ്യരും ആദാമ്യ പാപത്തിന്റെ പങ്കുപറ്റി സകല മനുഷ്യരും പാപികളായി തീർന്നു. എന്താണ് പാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും മതം രൂപപ്പെടുത്തിയ ഒരു പദപ്രയോഗമല്ല പാപം എന്ന് പറയുന്നത്. പാപം എന്ന വാക്കിന്റെ അർത്ഥം ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ്. ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഈ ഭൂമിയിൽ നിത്യമായി ജീവിപ്പാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചാക്കിയ മനുഷ്യൻ സാത്താന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി ദൈവകൽപ്പന നിഷേധിച്ചതിന്റെ ഫലമായി ദൈവിക ബന്ധം നഷ്ടപ്പെട്ട് നിത്യജീവങ്ങളിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ടവരായി, ലക്ഷ്യം തെറ്റിയവരായി നിത്യ നരകത്തിലേക്ക് സഞ്ചരിച്ച ആ അധപ്പതനത്തിന്റെ, ആ അനുഭവത്തിന്റെ, ആ സാഹചര്യത്തിന്റെ പേരാണ് പാപം എന്ന് പറയുന്നത്. ലക്ഷ്യം തെറ്റിപ്പോയ മനുഷ്യനെ രക്ഷിപ്പാൻ ലോകത്ത് ധാരാളം മതങ്ങൾ ഉദയം ചെയ്തു, ലോകത്ത് ധാരാളം സംഘടനകൾ ഉദയം ചെയ്തു, ലോകത്ത് ധാരാളം സംവിധാനങ്ങൾ ഉദയം ചെയ്തു. അവരൊക്കെ പ്രത്യേക ശാസ്ത്രങ്ങൾ ലോകത്തിന് പങ്കുവച്ചു. അതൊന്നും പാപത്തിന്റെ പൂർണ്ണമായ പരിഹാരത്തിലേക്ക് നയിക്കുവാൻ കഴിയാതെ, പാപത്തിന്റെ പിടിയിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം സ്വർലോക മഹിമകളെ വെടിഞ്ഞ് പാപികളായ മനുഷ്യനെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് വേണ്ടി ഉലകത്തിലേക്ക് ഉദയം ചെയ്ത് ഏകരക്ഷിതാവിന്റെ പേരാണ് നസ്രയനായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ ഉണ്ടായ ദൈവശബ്ദം ഇങ്ങനെയായിരുന്നു: സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നോക്കൂ, യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. പാലസ്തീനയിലുള്ള ഒരുപറ്റം ജനത്തിനു വേണ്ടി എന്നല്ല,
യഹൂദയിലുള്ള ഒരു പറ്റം യഹൂദന്മാർക്ക് വേണ്ടിയെന്നല്ല, പിന്നെയോ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ഇന്ന് ഈ കോഴഞ്ചേരി ജംഗ്ഷനിലും യേശുവിനെ പ്രസംഗിക്കുന്നതിന്റെ കാര്യം ഇതാണ്. യേശു ജനിച്ചത് സകല മനുഷ്യർക്കും വേണ്ടിയാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, താങ്കളുടെയും എന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഉലകത്തിൽ ഉദയം ചെയ്ത ഒരേ ഒരു രക്ഷിതാവേ ഉള്ളൂ, അത് നസറേനായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഇന്നും ഞങ്ങൾ കോഴഞ്ചേരിയിലും ഈ ദിവസം യേശുവിനെ പ്രഘോഷിക്കപ്പെടുന്നത്. മനുഷ്യനെ അവരുടെ പാപത്തിൽ രക്ഷിക്കേണ്ടതിന് വേണ്ടി യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ രക്ഷിതാവെന്നാണ്. അവനവരുടെ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശുവെന്ന് പേരിടണം എന്ന യേശുവിന്റെ ഈ ലോകത്തിലെ മാതാപിതാക്കൾക്ക് ലഭ്യമായ ദൈവശബ്ദമായി. ഒരിക്കൽ യേശു നടന്നു വരുന്നത് കണ്ടപ്പോൾ ഒരു മനുഷ്യൻ യേശുവിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അത് യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്റെയും താങ്കളുടെയും പാപഭാരത്തെ ചുമക്കുവാൻ വേണ്ടിയാണ്. താങ്കൾ അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷയെ താങ്കൾക്ക് പകരം ചുമക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. 33 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ചു. അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ വിവിധ വീര്യപ്രവൃത്തിയിലൂടെ താൻ ദൈവമാണ്, ദൈവത്തിന്റെ പുത്രനാണ് എന്ന് മാനവ ജനതയ്ക്ക് തെളിയിച്ചുകൊണ്ടേയിരുന്നു. തന്റെ നിര്യാണ കാലം എടുത്തപ്പോൾ അന്നത്തെ സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യവും അന്നത്തെ മതമായിരുന്ന യഹൂദമതവും ഒത്തുചേർന്ന് യേശുവിനെ അറസ്റ്റ് ചെയ്തു. അന്നാവിന്റെയും കയ്യഫാവിന്റെയും ഹെരോദാവിന്റെയും പീലാത്തോസിന്റെയും സെല്ലുതിരി സംഘത്തിന്റെയും 5 കോടതിയിൽ ഏകദേശം 7 പ്രാവശ്യം മാറി മാറി അവർ വിസ്തരിച്ചു. ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയാതിരുന്ന ക്രിസ്തുവിനെ കഠോരമായ ശിക്ഷണ നടപടികൾക്ക് വേണ്ടി വേർതിരിച്ചു. നിങ്ങൾ ചിന്തിക്കും, എന്താണ് ഈ പറയുന്നത്? 5 കോടതിയിൽ, അത് മതകോടതിയിലും സിവിൽ കോടതിയിലും 7 പ്രാവശ്യം വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയാതിരുന്ന ക്രിസ്തുവിനെ കഠോരമായ ശിക്ഷണ നടപടികൾക്ക് വേണ്ടി വേർതിരിച്ചെന്നോ? അതേ പ്രിയപ്പെട്ടവരെ, യേശുവിനെ വിസ്തരിക്കുമ്പോൾ ദൈവത്തിന്റെ കോടതിയിൽ വലിയ ന്യായവിധി നടക്കുകയാണ്. മാനവരാശി മുഴുവനും പാപവും പേരും നിത്യം നരകത്തിലേക്ക് സഞ്ചരിക്കുന്നു. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കാൻ വേണ്ടി സ്വർലോക മഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് കടന്നു വന്നു. ബൈബിൾ വ്യക്തമാക്കുകയാണ്, നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിനെ യേശുവിനെ നമുക്ക് പകരം പാപമാക്കി മാറ്റി. അതേ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം മാനവരാശിയുടെ സകല പാപത്തെയും എടുത്ത് തന്റെ പുത്രനായ യേശുവിന്റെ മേൽ ചുമത്തി. അതേ പാപമില്ലാത്തവൻ, പാപമല്ലാത്തവൻ, പരമോന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഒരു പാവിയെ പോലെ ഭാരമേറിയ മരക്കുരിശും തോളിൽ ചുമന്നുകൊണ്ട് പാലസ്തീനായുടെ പെരിയ വീഥികളിലൂടെ നടന്നു നീങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, മാനവരാശിയുടെ പാപത്തിൽ നിന്ന് വിമോചനം നൽകുവാൻ വേണ്ടി യേശു ജനിച്ചു. മാനവരാശിയുടെ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് വേണ്ടി യേശു ഈ ലോകത്തിൽ ജീവിച്ചു. മനുഷ്യന്റെ പാപത്തെ സ്വയം വഹിച്ചുകൊണ്ട് യേശു മരിച്ചു. യേശുവിന്റെ മരണം ഒരു കൊലപാതകമായിരുന്നില്ല. യേശുവിന്റെ മരണം ഒരു ആത്മഹത്യയായിരുന്നില്ല. യേശുവിന്റെ മരണം ഒരു അപകട മരണമായിരുന്നില്ല. യേശുവിന്റെ മരണം പ്രതിപകര മരണമാണ്. അതേ സുഹൃത്തുക്കളെ, കോഴഞ്ചേരി പട്ടണത്തിൽ ഞങ്ങളെ കേൾക്കുന്ന വ്യാപാരി വ്യവസായികളെ, യേശു എന്തിനാണ് മരിച്ചത്? കോഴഞ്ചേരി പട്ടണത്തിൽ ഞങ്ങളെ കേൾക്കുന്ന ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് മനസ്സിലാക്കുക, യേശു എന്തിനാണ് മരിച്ചത്? ഈ കോഴഞ്ചേരി ജംഗ്ഷനിൽ ഞങ്ങളെ കേൾക്കുന്ന യാത്രക്കാരെ മനസ്സിലാക്കുക, യേശു എന്തിനാണ് മരിച്ചത്? നാം അവരിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് യേശുവിനെ നമുക്ക് ഓരോരുത്തർക്കും പകരമായി ദൈവം ഭാവിയാക്കി മാറ്റി. അതെ, എന്റെയും താങ്കളുടെയും പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചത്. യേശു അന്നത്തെ നിയമങ്ങളോടും അന്നത്തെ വ്യവസ്ഥകളോട് എന്തെങ്കിലും വൈമുഖ്യത കാണിച്ചിട്ടല്ല യേശുവിനെ ക്രൂശിച്ചത്, യേശുവിനെ ശിക്ഷിച്ചത്. യേശു സമൂഹത്തെ നോക്കി ചോദിച്ച്, ഇന്ന് ലോകത്തിന് ഒരാൾ പോലും ചോദിക്കാൻ കഴിയാത്ത ചോദ്യം, എന്റെ പാപത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്ക് ബോധം വരുത്തുവാൻ കഴിയും എന്ന് സമൂഹത്തോട് ആധികാരികമായി ചോദിച്ച് ക്രിസ്തുവിനെ അവർ ക്രൂശിച്ചു. ആരെയും ഒരിക്കലും അടക്കം ചെയ്തിട്ടില്ലാത്ത ഒരു കല്ലറയിൽ യേശുവിന്റെ മൃതശരീരം അടക്കം ചെയ്യപ്പെട്ടു. 3-ാം ദിവസം തിരുവെഴുത്തുകളെ അന്വർത്ഥമാക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഞങ്ങളുടെ പ്രസംഗത്തിന്റെ, ഞങ്ങളുടെ സന്ദേശത്തിന്റെ ആധികാരികത എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ച് കുറച്ച് അത്ഭുതങ്ങൾ കാണിച്ച് എല്ലാ മനുഷ്യരെ പോലെ മരിച്ചു മൺമറഞ്ഞവനെയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റ ഏകരക്ഷിതാവ് സത്യ ദൈവമായ
ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനം മാനവ ജനതയ്ക്ക് നൽകുന്ന ഉദാത്തമായ ഉത്കൃഷ്ടമായ ഒരു സന്ദേശമുണ്ട്. അതെന്താണെന്നറിയാമോ? മനുഷ്യ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ചിന്ത മനുഷ്യ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നു എന്നാണ്. കേരളത്തിൽ ആത്മഹത്യ പെരുകി വരുന്നു. എന്താ കാരണം? അബദ്ധജടിലമായ ചിന്താഗതി. മനുഷ്യ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നു. ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുന്നവർ, പരാജയങ്ങൾ വരുന്നവർ, നിരാശകൾ വരുന്നവർ അവര് ചിന്തിക്കുന്നു എന്തായാലും ഒരിക്കൽ മരിക്കില്ല, അതുകൊണ്ട് മരിച്ചു കളയാം. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, മരണം മനുഷ്യന്റെ അവസാനമല്ല. മരണം ഒരു കവാടം മാത്രമാണ്. ആ കവാടത്തിലൂടെ കടന്നു കഴിയുമ്പോൾ രണ്ട് നിത്യത മനുഷ്യർക്ക് മുമ്പാകെ തുറക്കപ്പെടുകയാണ്. ബൈബിൾ പറയുന്നു നിത്യ നരകം, നിത്യ സ്വർഗം. ആരാണ് നിത്യ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്? പാപിയായി ജനിച്ച് പാപിയായി ജീവിച്ച് പോരുന്ന ഇതുപോലെയുള്ള ജീവിതവേളകളിൽ ഇതുപോലെയുള്ള സുവിശേഷ സന്ദേശങ്ങൾ കേട്ടുകൊണ്ട് യേശു ഈ ലോകത്തിലേക്ക് വന്നത്, യേശു ഈ ലോകത്തിൽ ജീവിച്ചത്, യേശു പങ്കപ്പാടുകൾ അനുഭവിച്ചത്, യേശു മരിച്ചത്, യേശു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റത് എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ്. എന്റെ പുണ്യപ്രവൃത്തികൾ കൊണ്ടോ, എന്റെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടോ, എന്റെ ഒരു രീതികൾ കൊണ്ടോ പാപത്തിൽ എനിക്ക് വിമോചനം നേടിയെടുക്കുവാൻ കഴിയത്തില്ല. യേശുവിലുള്ള വിശ്വാസം മാത്രമേ എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി യേശുവിനെ സ്വന്തം രക്ഷിതാവും ദൈവമായി അംഗീകരിച്ച് പാപജീവിതത്തോട് വിട പറഞ്ഞു യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന, ജലത്തിൽ മുങ്ങി സ്നാനമേറ്റ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവജനത്തോട് ചേർന്ന് ഒരു ദൈവവൈദ്യരായി ജീവിക്കുന്ന ഒരു വ്യക്തി മരിച്ചാൽ നിത്യ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ പാപിയായി ജനിച്ച് പാപിയായി ജീവിച്ചു പോരുന്ന ഈ ജീവിതവേളകളിൽ ഇതുപോലെയുള്ള സുവിശേഷ സന്ദേശങ്ങൾ കേട്ടിട്ട് എനിക്കിത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് പിന്നെയും പാപത്തിൽ തുടർന്ന് പാപത്തിൽ മരിക്കുന്ന സകലരും ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാൽ പാപം വിമോചനം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് പ്രാപിക്കാത്ത സകലരും മരണാനന്ദ നിത്യ നരകത്തിലേക്ക് പോകും. പ്രിയരെ, എങ്ങനെ ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടും? എങ്ങനെ ഈ മരണത്തിൽ നിന്ന് രക്ഷ നേടും? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനം മനുഷ്യനെ അത് വ്യക്തമാക്കി നൽകുകയാണ്. യേശു ഈ ലോകത്തിലേക്ക് വന്ന യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ മരണാനന്തര ജീവിതത്തെ പറ്റിയായിരുന്നു. യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു പറഞ്ഞു ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തരും മരണം കാണുകയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനം മാനവികതയോട് പറയുന്നു മനുഷ്യ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ പാപവിമോചനവും മരണാനന്തരം നിത്യ സ്വർഗരാജ്യവും പ്രാപിപ്പാൻ ദൈവം സകല മനുഷ്യർക്കും അവസരം നൽകുകയാണ്. പ്രിയ സുഹൃത്ത്, ഞങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കട്ടെ, മനുഷ്യ ജീവിതം നശ്വരമാണ്. ഏത് സമയത്തും മരണം നമ്മളെ തേടിയെത്താം. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്രക്കാരൻ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, ആരോഗ്യത്തോടെ ആയുസ്സോടെ വീട്ടിലേക്ക് ചെല്ലാൻ കഴിയുമെന്ന് എത്ര പേർക്ക് അവകാശപ്പെടുവാൻ കഴിയും? മനുഷ്യ ജീവിതം നശ്വരമാണ്. ഇന്ന് രാത്രി ഞാൻ സമാധാനത്തോടെ സ്വസ്ഥതയോടെ എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? നാളെ പ്രഭാതത്തിൽ ഞാൻ ഉണരുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? മനുഷ്യ ജീവിതം ക്ഷണഭംഗുരമാണ്. മരണം നമ്മളെ മാടി വിളിച്ചാൽ എത്ര അധികാരമുണ്ടെങ്കിലും, എത്ര പണമുണ്ടെങ്കിലും, എത്ര കഴിവുണ്ടെങ്കിലും, എത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും, എത്ര സ്വാധീനമുണ്ടെങ്കിലും, പ്രിയരെ, മരണം നമ്മളെ മാടി വിളിച്ചാൽ ഇന്നെനിക്ക് സമയമില്ല, പോയിട്ട് നാളെ എന്ന് പറയാൻ ആർക്കും കഴിയത്തില്ല. മരണം നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നാം വിധേയപ്പെട്ടേ മതിയാകുകയുള്ളൂ. പ്രിയമാതാവേ, പിതാവേ, സുഹൃത്തെ, സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ ഞങ്ങൾ ചോദിക്കട്ടെ, ഇന്ന് താങ്കൾ മരിച്ചാൽ താങ്കളുടെ ആത്മാവ് എവിടെയാണ്? ഇതുവരെ പാപവിമോചനം നേടിയെടുത്തിട്ടില്ല എങ്കിൽ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ പറയട്ടെ, യാത്ര നിത്യ നരകത്തിലേക്കാണ് കേട്ടോ. ഒരു പാപബോധം താങ്കളുടെ ഹൃദയത്തിൽ അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഞാനൊരു പാപിയാണ്, ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ ആത്മാവ് എവിടേക്ക് പോകും? ഞാൻ പാപവിമോചനം നേടിയെടുത്തിട്ടില്ലല്ലോ, ഞാൻ രക്ഷിതാവിനെ കണ്ടിട്ടില്ലല്ലോ, ഞാൻ ഇന്നും പാപിയായി തുടരുകയാണല്ലോ എന്തൊരു കുറ്റബോധം താങ്കളുടെ ഹൃദയത്തിനകത്ത് രൂപപ്പെടുന്നുണ്ടെങ്കിൽ, ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാദിവസം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിടയിൽ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ ഒരു നാമം ഇല്ലവേ ഇല്ല. മനുഷ്യന് രൂപാന്തരം വരുത്തുന്ന, മനുഷ്യന് മാറ്റം വരുത്തുന്ന, സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നൽകുന്ന, മനുഷ്യന് രോഗസൗഖ്യം നൽകുന്ന, മനുഷ്യന്റെ തിന്മ പ്രവർത്തിക്കുന്ന, മനുഷ്യനെ ഉദ്ധരിക്കുന്ന, ലഹരി
പദാർത്ഥങ്ങളോ വല്ലാത്ത അടിമത്തങ്ങൾ മനുഷ്യനെ രക്ഷിക്കുന്നു. അതിനേക്കാളെല്ലാം ഉപരിയായി പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നിത്യ ന്യായവിധിയിൽ നിന്നും നിത്യ നരക ദണ്ഡന തീപ്പൊയ്കയിൽ നിന്നും മനുഷ്യനെ ഉദ്ധരിക്കുന്ന അതും സൗജന്യമായി രക്ഷ വിശ്വസിക്കുന്ന ആ നിമിഷം തന്നെ നിങ്ങളുടെ മേൽ ചൊരിയുന്ന ഈ രക്ഷയിലേക്ക് ഞങ്ങൾ ശ്രോതാക്കളെ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. താങ്കൾ ചിന്തിക്കും, യേശു സൗജന്യമായി നൽകുന്ന ഈ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എവിടെ പോകേണ്ടത്, ഞാൻ എന്ത് പ്രക്രിയ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും. താങ്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിൽക്കുന്ന ആ നിൽപ്പിൽ നിന്നുകൊണ്ട് ഞാൻ പാവിയാണ്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്റെ പാപം പരിഹരിപ്പാനാണ്. യേശു മരിച്ചത്, യേശു മങ്ങപ്പാടുകൾ അനുഭവിച്ചത്, യേശു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റത് എനിക്ക് വേണ്ടിയാണ്, എന്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് എന്ന് വിശ്വസിച്ച് സമർപ്പിക്കുന്ന ആ മാത്രയിൽ തന്നെ താങ്കളുടെ പാപത്തിൽ നിന്ന് താങ്കളെ വിമോചിപ്പാൻ യേശുവിന്റെ സാന്നിധ്യം താങ്കളുടെ അരികിലുണ്ട്. മരിച്ചും മൺമറഞ്ഞവനെയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. യേശു ഞങ്ങളോട് പറഞ്ഞു ഒരു വാഗ്ദത്തമുണ്ട്, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്ന നടുവിൽ ഞാനുണ്ട്. ഞങ്ങൾ ഇന്ന് ഈ സായംവേളയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈ കോഴഞ്ചേരിയിൽ ഈ ശബ്ദമെത്തുന്ന മുക്കിലും മൂലയിലും കടക്കകത്തും വാഹനങ്ങൾക്കകത്തും ഞങ്ങളുടെ യേശുവിന്റെ സാന്നിധ്യമുണ്ട്. പ്രിയ സഹോദര സഹോദരി, യേശുവിന് താങ്കളെ തൊടുവാൻ കഴിയും, താങ്കളുടെ പാപത്തിൽ നിന്ന് വിടുതൽ നൽകാൻ കഴിയും. താങ്കൾ മാരക രോഗിയാണോ, താങ്കൾക്ക് സൗഖ്യം നൽകുവാൻ കഴിയും. വല്ലാത്ത അഡിക്ഷനിലൂടെ കടന്നു പോവുകയാണോ, താങ്കളെ വിടിവിപ്പാൻ യേശുവിന്റെ സാന്നിധ്യം താങ്കളുടെ അരികിലൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ ശ്രദ്ധിക്കുന്നു. സുവിശേഷം ഒരാവർക്ക് കൂടെ ഈ ജംഗ്ഷനിൽ പ്രഘോഷിപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കിയതിനാൽ കേട്ട ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. പാപത്തിൽ കഴിയുന്ന, ശാപത്തിൽ കടന്നു പോകുന്ന, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട മാരക രോഗികൾ, ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും സന്തോഷമില്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവെ, അങ്ങ് സൗജന്യമായി നൽകുന്ന രക്ഷ, വിടുതൽ, ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക സമാധാനം ഞങ്ങളുടെ ശ്രോതാക്കളേവരും പ്രാപിച്ചെടുപ്പാൻ ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന ദൈവം കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. God bless you.